എം പിക്ക് ഞാനും മെസ്സേജ് അയച്ചു. അനീഷിൻ്റെ വീഡിയോയുടെ താഴെ ഉണ്ടായിരുന്ന ഫോമാറ്റ് എടുത്തു 2-3 സെൻറ്റൻസ് മനസ്സിൽ വന്നത് ആഡ് ചെയ്താണ് ഞാൻ എം പിക്ക് മെസ്സേജ് അയച്ചത്. പലർക്കും മെയിൽ മാത്രമാണ് തിരിച്ചു വന്നത്. പക്ഷേ എനിക്കൊരു ഓട്ടോമാറ്റിക് റിപ്ലൈക്ക് ശേഷം ഒരു വോയിസ് കോൾ മീറ്റിങ്ങിൻ്റെ കൺഫർമേഷൻ ഡേറ്റും ടൈമും ആണ് എനിക്ക് തിരിച്ച് അയച്ചു വന്നത്. അങ്ങനെ ഞാനത് ഓക്കെ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു. 1 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അതിന്, ആ മെയിൽ അയച്ചതിന് ശേഷം. അങ്ങനെ റീസെൻ്റ്ലി എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടി എം പി ആയിട്ട്. എം പി വിളിച്ചു. കറക്റ്റ് ആ ഒരു ടൈമിന് 5 മിനിറ്റ് മുന്നേ വിളിച്ചു. അങ്ങനെ സംസാരിച്ചു. വളരെ നല്ല ക്ലിയർ ലാംഗ്വേജിൽ വളരെ പേഷ്യൻസോടെ ആ വ്യക്തി സംസാരിച്ചു. എല്ലാ കാര്യങ്ങളും ചോദിച്ചു. എല്ലാ കാര്യങ്ങളും പറയാനും ഉള്ളൊരു സ്വാതന്ത്ര്യം തന്നു. നമ്മുടെ എല്ലാ കൺസേൺസും പറയാൻ, നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്, ഇപ്പോൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ എന്തുകൊണ്ട് ഇവിടെ വന്നു, എന്താണ് നമ്മളിവിടെ വരാനുള്ള മോട്ടിവേഷൻ, പിന്നെ എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ കൺസേൺ എങ്ങനെയായാലും നമ്മുടെ പ്രൊഫഷണൽ ഗ്യാപ്പ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. കാരണം നമ്മൾ കെയർ ഫീൽഡിലും സ്കിൽ വർക്ക് വിസയിലും ഒന്നും വർക്ക് ചെയ്യുന്നവരൊന്നും നമ്മുടെ പ്രൊഫഷനിലല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് നിർത്തി പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ രാജ്യത്ത് പോകുമ്പോൾ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ അതാണ് മെയിൻ കൺസേൺ. ഞാനതാണ് പറഞ്ഞത്. അങ്ങനെ പല രീതിയിൽ നല്ല സംസാരിച്ചു. പുള്ളിയെ അപ്രിഷ്യേറ്റ് ചെയ്തു. നിങ്ങൾ ഇമിഗ്രൻസ് വളരെ കോൺട്രിബ്യൂട്ടാണ് ചെയ്യുന്ന രാജ്യത്തിന്. പക്ഷേ എന്നിരുന്നാലും ഇത് രാജ്യത്തിൻ്റേതായ ഒരു കടമയുണ്ട്. ഇമിഗ്രൻസിനെ ബാലൻസ് ചെയ്യണം. ഒരു പരിധി കൂടുതലായിക്കഴിഞ്ഞാൽ ഞാനും അത് അംഗീകരിക്കുന്ന രീതിയിൽ തന്നെ സംസാരിച്ചു. പക്ഷേ നമ്മളെ കൺസേണും കൂടെ ഒന്ന് മനസ്സിലാക്കണം, എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെങ്കിൽ ചെയ്യണം എന്ന രീതിയിൽ തിരിച്ചും ഞാൻ സംസാരിച്ചു. പുള്ളി അതിനുള്ള സ്വാതന്ത്ര്യവും എല്ലാം തന്നു. സംസാരിക്കുന്നതിന് ഇടയ്ക്ക് നമുക്ക് വളരെ അടുപ്പമുള്ള ഒരാളടുത്ത് സംസാരിക്കുന്ന പോലൊരു ഫ്രീഡത്തിലാണ് സംസാരിച്ചത്. നല്ല രീതിയിൽ ആ കോൺവെർസേഷൻ അവസാനിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മെയിൽ വന്നു. താങ്ക് യു ഫോർ ദ കോൺവെർസേഷൻ എന്നൊക്കെ പറഞ്ഞു. വലിയൊരു മെയിലാണ് വന്നത്. ഇനി എന്തെങ്കിലും ഇത് സംബന്ധമായോ വേറെ എന്തെങ്കിലും സംബന്ധമായോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഫ്രീ ആയിട്ട് കോൺടാക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് മെയിൽ വന്നു. അപ്പം വളരെ സന്തോഷമുണ്ട്. ഇപ്പം നമ്മളൊരു ട്രൈ എങ്കിലും ചെയ്തു എന്നുള്ളൊരു സംതൃപ്തി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും. ഇനി എന്താണ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഒന്നും ചെയ്യാതിരുന്നില്ലല്ലോ.